കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കൾ എങ്ങനെ പലതരക്കാരായി മാറിപ്പോകുന്നു. സയൻസ് പരമായിട്ട് ചിന്തിച്ചാൽ ഇവർ ഒരേ രക്തത്തിൽ പിറന്നവരല്ലേ, ഒരേ അണ്ടത്തിലും ഒരേ ബീജത്തിലും ജനിച്ചവരല്ലേ. അവരെന്തുകൊണ്ട് പിന്നെ പലതരക്കാരായി പോകുന്നു? സയൻസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചൂടെ? ഒരച്ഛൻ്റെയും ഒരമ്മയും തന്നെയാണ് ഇല്ലേ? അപ്പോൾ ആ മക്കളെല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണ്ടല്ലേ? എന്നാൽ അവർ പലതരക്കാരായി എങ്ങനെ പോകുന്നു? പല സ്വഭാവക്കാരായി എങ്ങനെ മാറുന്നു? ഒരാൾ ശാന്തശീലനാണെങ്കിൽ ഒരാൾ വലിയ അക്രമിയായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ ഒരു മര്യാദക്കാരനാണെങ്കിൽ ഒരാൾ ഒരു നടത്തുകാരനായിരിക്കും. അല്ലെങ്കിൽ ഒരു ദുർനടപടി ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും ഇല്ലേ? ഒരാൾ ദരിദ്രനാണെങ്കിലാ ഒരാൾ ധനവാനായിരിക്കും. ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളാണ്. ഒരാൾ ജയിലിൽ പോയി, ചിലപ്പോൾ വേറൊരാൾ വീട്ടിലിരിക്കും, ഒരാൾ ജയിലിലും പോകും. അപ്പോൾ ഒരേ അച്ഛൻ്റെയും ഒരേ അമ്മയുടെയും ഒരേ രക്തത്തിൽ പിറന്ന ഈ മക്കൾ എങ്ങനെ പലതരക്കാരായി മാറുന്നു? അതാണ് ഒരു ചിന്താവിഷയം. അതേപോലെ തന്നെ ഒരേ സമയത്ത് ഇനി ഒരച്ഛൻ്റെ ഒരമ്മയുടെ മക്കൾ തന്നെ ഒരേ സമയത്ത്, മറ്റേത് പല സമയങ്ങളിൽ പല ദിവസങ്ങളിൽ ജനിക്കുന്നവരാണെന്ന് വെച്ചോ. എന്നാൽ ഇരട്ടകളുണ്ടല്ലോ, ചില മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് അവരുടെ ജനനം. ഒരേ സമയത്ത് ജനിക്കുന്ന ഇരട്ടകൾ ചില സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് അവരുടെ ജനനം മാറുന്നത് ഇല്ലേ? അങ്ങനെയുള്ള ഇരട്ടകൾക്കും പല സ്വഭാവം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണ്ടല്ലേ? അവരുടെ ശരീരപ്രകൃതിയും ഒരേപോലെ ഇരിക്കും, ചിലപ്പോൾ ഒരേപോലെ ഇരിക്കാം, പക്ഷെ സ്വഭാവം രണ്ടും രണ്ടായിരിക്കും. ഇപ്പൊ ഇരട്ടകളെ കാണുമ്പോൾ ചിലവർക്ക് മാറിപ്പോവും ഇല്ലേ? കാരണം അവർ രൂപങ്ങളൊക്കെ അവർക്ക് നല്ല ഇതായിരിക്കുള്ളൂ. ശരീരവടിവും അതേപോലെ തന്നെ ആകാരങ്ങളും ഒക്കെ രൂപമൊക്കെ ഒരേപോലെ ഇരിക്കും, പക്ഷെ അവരുടെ സ്വഭാവം മാറിയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഒരേ സ്വഭാവം ആണ്ടാണ് ഇവരും ഒരേ രക്തത്തിലും ഒരേ ഗ്രൂപ്പിലും ഒക്കെ ജനിച്ചവരാണ്. ദൈവികപരമായ കാര്യങ്ങൾ കൂടി ചിന്തിച്ചാൽ അതിന് കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. ഈ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കൾ പലതരക്കാരായി മാറുന്നതിൻ്റെ കാരണങ്ങളാണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത്. ഈ മനുഷ്യ സൃഷ്ടി എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം തന്നെയാണ്. മനുഷ്യൻ്റെ സൃഷ്ടി ഒരു പ്രതിഭാസം തന്നെയാണ്. ഒരു കുഞ്ഞ് ജന്മം കൊള്ളുന്നത് മുതലേ അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെയുള്ള പ്രക്രിയ പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ് ഇല്ലേ? ഒരു ജന്മം എന്ന് പറഞ്ഞത് അത്ര നിസ്സാര കാര്യമല്ല, അതൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദൈവികത്വമാണ്. പരമാത്മാവ് അതിലടങ്ങിയിരിക്കുകയും ആ പരമാത്മാവിൻ്റെ ആ സൃഷ്ടിയാണ് ആ കുഞ്ഞുങ്ങളിൽ വന്ന് കൂടുന്നത്. ഒരുവന്റെ ജനനം അവൻ്റെ കയ്യിലൊന്നുമല്ല ഇല്ലേ? അവൻ അറിഞ്ഞല്ലോ അവൻ ജനിക്കുന്നത്. അപ്പൊ അവൻ്റെ ജനനം സർവേശ്വര നിശ്ചയമാണ്. ഒരാളുടെ ജനനം സർവേശ്വര നിശ്ചയത്താലാണ് അത് നടക്കുന്നത്. പല ദമ്പതിമാർക്കും സന്താന ഭാഗ്യം ഇല്ലാണ്ട് പോകുന്നുണ്ട്. എന്നാലോ ചിലവർക്ക് ദൈവം വാരി കോരി കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ, മലയാളത്തിൽ പറഞ്ഞു, ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. അവർക്കൊന്നും ഒരു സന്താന ഭാഗ്യം കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സർവേശ്വര നിശ്ചയമുണ്ട്. ഒരു ജന്മത്തിൻ്റെ പിന്നിൽ ഒരു ജന്മത്തിൻ്റെ പിന്നിൽ സർവേശ്വര നിശ്ചയം അതാണ് കാണുന്നത്. അതായത് ഒരുവന്റെ ജനനം അവൻ്റെ മുൻജന്മത്തിൻ്റെ തുടർച്ചയാണ്. മുൻജന്മ കർമ്മങ്ങളുടെ ഫലമായാണ് അവൻ പിൻജന്മത്തിലുള്ള കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അപ്പോൾ ആ മുൻജന്മത്തിൻ്റെ പിന്തുടർച്ചയായി വേണം ഈ ജന്മം നമ്മൾ കാണാൻ. അപ്പം നല്ല ജന്മം
കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മ മുൻജന്മത്തിൽ നല്ല കർമ്മം ചെയ്തവരായിരിക്കണം. അപ്പൊ കർമ്മങ്ങൾ ചെയ്തവൻ പിൻജന്മത്തിൽ ചീത്ത ഒരു അവസ്ഥയെ തന്നെ വരുള്ളൂ. അപ്പൊ അത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ വിഷയം, അതായത് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കൾ ഇങ്ങനെ പലതരക്കാരായി മാറുന്നത് അത് അവരുടെ മുൻജന്മ കർമ്മ സുഹൃതമാണ്, അല്ലെങ്കിൽ ദോഷമാണ്. അതുകൊണ്ടാണ് ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കൾ പലതരക്കാരായി മാറുന്നത്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ സർവേശ്വര നിശ്ചയമാണ് കാണുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.